മുല്ലപ്പെരിയാർ ഡാം കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ വരികയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാനും പുതിയ മേൽനോട്ട സമിതി കേന്ദ്രം രൂപീകരിച്ചു. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനാണ് സമിതിയുടെ പുതിയ അധ്യക്ഷൻ. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബാലു, എന്തെല്ലാമാണ് ഈ വാർത്ത സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ? മാർച്ചിലെ നേരത്തെ തന്നെ കേന്ദ്ര ജല കമ്മീഷൻ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സുരക്ഷാ കാര്യങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ കൈമാറിക്കൊണ്ടുള്ള സുപ്രധാനമായ ഉത്തരവ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. നിലവിൽ രൂപീകൃതമായിരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിടുകയും പുതിയ മേൽനോട്ട സമിതി, അതായത് പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള പുതിയ മേൽനോട്ട സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര ജല കമ്മീഷന്റെ ചെയർമാനായിരുന്നുവെങ്കിൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ, ദേശീയ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനായിരിക്കും പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ എന്നാണ് കേന്ദ്ര ഈ ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഈ വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 7 അംഗങ്ങളാണ് ഈ മേൽനോട്ട സമിതിയിലുള്ളത്. ഇതിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ കാവേരി സെല്ലിന്റെ ചെയർമാനും കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് ചെയർമാനും ഇതിൽ അംഗങ്ങളായിരിക്കും. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഈ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഈ സെന്റർ ഫോർ എക്സലൻസിലെ അംഗം, അതായത് സെന്റർ ഫോർ എക്സലൻസിന്റെ ഒരു അംഗത്തിനെ ഈ മേൽനോട്ട സമിതിയിലെ അംഗമായി ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാർലമെന്റ് പാസാക്കിയ 2021 പാർലമെന്റ് പാസാക്കിയ ഡാം സേഫ്റ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിരിക്കുന്ന ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഇപ്പോൾ ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈമാറിയിരിക്കുന്നത്. നേരത്തെ കേരളം ഉൾപ്പെടെയുള്ള കേരളവും ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നിരവധി തവണ ഈ വിവിധ ഹർജിക്കാർ, ഡോക്ടർ ജോ ജോസഫ് ഉൾപ്പെടെയുള്ള ഹർജിക്കാരും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്.